നമസ്തേ. നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം യഥാർത്ഥ സ്നേഹം, ആ നിറവ് അത് കണ്ടെത്താനാവുക ക്രിസ്തുവിൽ മാത്രമാണ് എന്ന് പറയുന്നത്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്, ആ നിറവ് അത് കണ്ടെത്താനാവുക ആരിലാണ്? അത് ക്രിസ്തുവിലാണ് എന്ന് പറയുന്നത്. ആ സ്നേഹവും ആ കൃത്യതയും എല്ലാം നമുക്ക് കണ്ടെത്താൻ കഴിയുക നല്ല പാകത, നല്ല പക്വത, നല്ല അനുസരണം, നല്ല വിനയം, എല്ലാം കൃത്യമായ രീതിയിലുള്ള നമ്മൾ സ്വയം പ്രിപ്പയറാക്കി, നമ്മളെ ഒരുക്കി വെച്ച്, നമ്മളെ അണിയിച്ചൊരുക്കി, നമ്മുടെ സ്വഭാവത്തിലായാലും ശരി, നമ്മുടെ രൂപത്തിലായാലും ശരി, നമ്മുടെ ഭാവത്തിലായാലും ശരി, ഈ പ്രകൃതിയെ തന്നെ നമ്മൾ മുഴുവനായി നമുക്ക് ആസ്വദിക്കാൻ എപ്പോഴാണോ കഴിയുന്നത്, എപ്പോഴാണ് നമുക്ക് പൂർണ്ണ രൂപത്തിൽ അതിനെ കാണാൻ പറ്റുന്നത്, അപ്പോൾ തന്നെയാണ് ആ ഒരു യഥാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തെയാണ് ഇവിടെ കാണുന്നത്. ആ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ക്രിസ്തുവിൽ കാണുന്നത്. ആ ഒരു ഗുണം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യരിലും ഉണ്ട്. ആ ഗുണം എപ്പോഴാണോ അതിനെ നമ്മൾ വളർത്തിക്കൊണ്ടിരുന്നത്, നമ്മുടെ മനസ്സിലെയും ശരീരത്തിലെയും പൊടിപ്പടലങ്ങളും മാലിന്യങ്ങളും എല്ലാം പുറംതള്ളുമ്പോൾ, അതിനെ പുറംതള്ളി നമ്മളൊന്ന് മുൻപോട്ട് നമ്മളതിനെ ഒന്ന് വൃത്തിയാക്കി ശുചിയാക്കി വയ്ക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ അവിടെ സംഭവിക്കുന്നത്, ഇത്തരം വിഷയങ്ങൾ അവിടെ ഉണ്ടാകുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വീണ്ടും നമ്മൾ എടുത്തു പറയുന്നത്, യഥാർത്ഥ സ്നേഹം, ആ നിറവ് അത് പ്രകടമാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. ആ ഒരു ഗുണം ആരിലാണോ ഉള്ളത്, ആ ഒരു കൃത്യത, പക്വത, പാകത, ഇതെല്ലാം ആരിലാണോ ഉള്ളത്, അദ്ദേഹത്തിൽ മാത്രമാണ് ഇത്തരം ഗുണങ്ങൾ കാണാൻ കഴിയുന്നത് എന്ന്. കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.